ലോകത്തെ മുൾമുനയിൽ നിർത്താൻ ട്രംപിന്റെ കപ്പലുകൾ വരുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കാൻ കടലാഴങ്ങളിൽ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ട്രംപ്. ഇത്രയും ഭീകരമായ ഒരു ആയുധ പന്തയം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ടിട്ടില്ലെന്ന് പറയാം. നയതന്ത്രങ്ങളും ചർച്ചകളും പരാജയപ്പെടുമ്പോൾ ആയുധബലത്തിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ലോകക്രമമുണ്ടാകുന്നു എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2025 ഡിസംബർ 22 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് ക്ലാസ് യുദ്ധക്കപ്പലുകൾ. ഒരു കപ്പലിന് ഏകദേശം $15 ബില്യൺ അഥവാ 1.25 ലക്ഷം കോടി രൂപ എന്ന കണക്കിൽ 25 കപ്പലുകൾ പണിയാനാണ് ട്രംപിന്റെ പദ്ധതി. ഇതിനായി ശതകോടികളാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് ട്രംപ് വലിച്ചെറിയുന്നത്. ചൈനയ്ക്കെതിരായ പ്രതിരോധമെന്നാണ് ട്രംപിന്റെ ഭാഷ്യമെങ്കിലും യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ വെടി പൊട്ടിക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന വിമർശനം ആഗോളതലത്തിൽ ഉയരുകയാണ്. അമേരിക്കൻ നാവികസേനയ്ക്ക് ചില കീഴ്വഴക്കങ്ങളുണ്ട്. കപ്പലുകൾക്ക് സ്റ്റേറ്റുകളുടെയോ വിഖ്യാതരായ ഭരണാധികാരികളുടെയോ പേര് നൽകുന്ന രീതി. എന്നാൽ ട്രംപ് അതെല്ലാം കാറ്റിൽ പറത്തി ട്രംപ് ക്ലാസ് എന്ന പേര് നൽകി ഒരു ഏകാധിപത്യ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൈന്യത്തെ ഒരു സ്വകാര്യ സുരക്ഷാ സേനയെ പോലെ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ട്രംപ് ക്ലാസ് എന്നത് കേവലം ഒരു കപ്പലല്ല, മറിച്ച് കടലിലെ ഒരു മരണദൂതനാണെന്നാണ് വിലയിരുത്തൽ. 40,000 ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പലിൽ ഹൈപ്പർസോണിക് മിസൈലുകളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗണ്ണുകളും ഹൈ പവർ ലേസർ ആയുധങ്ങളും ഇതിനെ കൂടുതൽ ശക്തനാക്കുന്നു. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ അപകടം മറ്റൊന്നാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പനയും AI നിയന്ത്രിത കമാൻഡ് സെന്ററുകളും യുദ്ധത്തിൽ ഇവയ്ക്ക് മേധാവിത്വം നൽകുന്നു. ഒരു ചെറിയ സാങ്കേതിക പിഴവ് പോലും അബദ്ധത്തിലുള്ള ഒരു ആണവ യുദ്ധത്തിന് കാരണമായേക്കാമെന്ന് സാരം. ചൈനയെ വെല്ലുവിളിക്കാനായി പണിയുന്ന ഈ ആയുധക്കോട്ടകൾ പക്ഷേ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ളവയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻപ് പരാജയപ്പെട്ട കോൺസ്റ്റലേഷൻ ക്ലാസ് ഫ്രിഗേറ്റ് പദ്ധതിയെപ്പോലെ ഇത് നികുതിപ്പണം പാഴാക്കുന്ന മറ്റൊരു പരാജയമായി തീരുമോ എന്ന ഭയവും നിലനിൽക്കുന്നു. നിലവിൽ ലോകത്ത് നാവികസേനയുടെ കരുത്തിൽ ചൈനയ്ക്കാണ് മുൻതൂക്കമുള്ളത്. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന എന്ന യാഥാർത്ഥ്യം ട്രംപിനെ അസ്വസ്ഥനാക്കുന്നതുമാണ്. ലോകത്തെ കപ്പൽ നിർമ്മാണത്തിന്റെ 60% ചൈനീസ് കപ്പൽശാലകൾ ചെയ്യുമ്പോൾ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലുമാണ്. ഈ പിന്നോക്കാവസ്ഥ മറികടക്കാൻ നയതന്ത്രത്തിന് പകരം ആയുധങ്ങളെ ആശ്രയിക്കുകയാണ് ട്രംപ്. തായ്വാന് 1 ലക്ഷം കോടിയുടെ ആയുധങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം ചൈനയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. ഇതിന് മറുപടിയായി ചൈന തങ്ങളുടെ നാവിക വ്യൂഹം വിപുലീകരിക്കുമ്പോൾ പസഫിക് സമുദ്രം ഒരു വലിയ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ലോകത്തിന്റെ ആശങ്ക. ഇതിന്റെ ഫലമായി ആഗോള വ്യാപാരം തടസ്സപ്പെടുകയും ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. വെനസ്വേലയുമായുള്ള സംഘർഷം ഗോൾഡൻ ഫ്ലീറ്റും ചേർന്ന് കരീബിയൻ മേഖലയെ ഒരു യുദ്ധക്കളമായി മാറ്റുകയാണ്. ട്രംപ് ക്ലാസിലെ ആദ്യത്തെ കപ്പലിന് USS ഡിഫൈൻഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 35,000 ടണ്ണിലധികം ഭാരമുള്ള ഈ കപ്പൽ നിലവിൽ US നാവികസേനയിലുള്ള ഏറ്റവും വലിയ ഡെസ്ട്രോയറായ സുംവോൾട്ട് ക്ലാസിനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ളതാണ്. ലേസർ ആയുധങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും അടങ്ങിയ സ്ലീക്ക് ഡിസൈനാണ് ഇതിനുള്ളതെന്നാണ് പുറത്തെത്തിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ ഗോൾഡൻ ഫ്ലീറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ കപ്പലുകൾ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 കപ്പലുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. ആകെ 20 മുതൽ 25 വരെ കപ്പലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഉപരിതല യുദ്ധക്കപ്പലായിരിക്കും ഇത്. നിലവിലുള്ള കപ്പലുകളേക്കാൾ 80 ഇരട്ടി ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ആണവായുധങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും വഹിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ആദ്യത്തെ ഗൈഡഡ് മിസൈൽ ബാറ്റിൽ ഷിപ്പ് കൂടിയാണിത്. കരയിലെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ലാർജ് മിസൈൽ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റവും അത്യാധുനിക ഡയറക്ട് എനർജി ആയുധങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം കപ്പലുകളുടെ നേതൃസ്ഥാനത്തു നിന്നോ പ്രവർത്തിക്കുവാൻ ഇതിന് കഴിയും. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ ഈ നീക്കത്തെ സംശയത്തോടെയാണ് കാണുന്നത്. സമാധാനത്തെക്കാൾ ഉപരി ആയുധമിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. അമേരിക്കൻ സൈന്യത്തെ തന്റെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ട്രംപിന്റെ ഈ ഭ്രാന്തമായ നീക്കം കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. സമുദ്രാധിപത്യം തിരിച്ചുപിടിക്കാനുള്ള ട്രംപിന്റെ ഈ മോഹം അമേരിക്കയെ ലോകത്ത് ഒറ്റപ്പെടുത്തുകയും പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്യും. ചുരുക്കത്തിൽ ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ലോകത്തെ സമാധാനത്തിലേക്കല്ല, മറിച്ച് വിനാശത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 100 മടങ്ങ് കരുത്തുള്ള യുദ്ധക്കപ്പലുകൾ സമുദ്രത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ ശാന്തിയുണ്ടാവില്ല. പകരം ഭയത്തിന്റെ കരിനിഴലായിരിക്കും വീഴുക. ചൈനയെ തകർക്കാൻ ലക്ഷ്യമിടുന്ന ഈ മരണദൂതൻ കപ്പലുകൾ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിന്റെ സൂചനയാണ്.